ഹലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർട്ട് 1 ജനറൽ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ ബാലൻസ് പോർഷൻ ആണ് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പോൾ ജനറൽ കോഴ്സ് മൊഡ്യൂൾ 3 പാർട്ട് 2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതിൽ നമ്മൾ കംപ്ലീറ്റ് ആക്കിയത് കഴിഞ്ഞ പ്രാവശ്യം സെക്ഷൻ 9 വരെയായിരുന്നു. അപ്പോൾ നമുക്കൊന്നും കൂടി സെക്ഷൻ 9 ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. അതായത് ഈ സെക്ഷൻ 9 ഫ്രം ടു രണ്ട് വേർഡ്സ് ഇതിലുണ്ട്. കമൻസ്മെന്റ് ആൻഡ് ടെർമിനേഷൻ ഓഫ് ടൈമിനെ പറ്റിയാണ് പറയുന്നത്. അതായത് ഫ്രം എന്ന വേർഡ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ ഇതിൽ എക്സ്ക്ലൂഡ് ചെയ്യും. ഇനി ടു ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻക്ലൂഡ് ദി ലാസ്റ്റ് ഡേ ഇൻ ദി സീരീസ് ആണ്. അതായത് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് ഇതിൽ. എക്സാമ്പിൾ 21 നോക്കിയേ. കമ്പനി ഡിക്ലെയർസ് ഡിവിഡൻഡ് ഫോർ ഷെയർ ഹോൾഡേഴ്സ് ഇൻ ആനുവൽ ജനറൽ മീറ്റിംഗ്. അതായത് ആനുവൽ ജനറൽ മീറ്റിംഗിൽ അവർ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു 30/9/2022. പിന്നെ അവർ അത് പേ ചെയ്യേണ്ടത് വിത്തിൻ 30 ഡേയ്സിനുള്ളിലായിരിക്കണം ഫ്രം ദ ഡേറ്റ് ഓഫ് ഡിക്ലറേഷൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഫ്രം എന്ന് പറഞ്ഞ വേർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ഡേ ഇതിൽ എക്സ്ക്ലൂഡ് ചെയ്യണമല്ലോ. ഇതിൽ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഏതാ, 13/9/2022 ആണ് ഫസ്റ്റ് ഡേ. സോ 13 ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന 30 ഡേയ്സ് നമ്മൾ എടുക്കുമ്പോൾ എന്ന് നമ്മൾ പേ ചെയ്യണം, 13th October 2022 വേണം നമ്മൾ പേ ചെയ്യാനായിട്ട്. ഇനി ടു എന്ന് പറയുന്ന വേർഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇൻക്ലൂഡ് ദ ലാസ്റ്റ് ഡേ ഇൻ എ സീരീസ്. ഇൻക്ലൂഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിലെ ലാസ്റ്റ് ഡേ ഓഫ് സീരീസ് എന്ന് പറയുന്നത് ഏതാ, 13/10/2022 ആണ്. സോ നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്യണം. ഇതിൽ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തത് 13 സെപ്റ്റംബറും ആണ്, ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് 13th ഒക്ടോബറും ആണ്. അപ്പോൾ നിങ്ങൾക്കത് കിട്ടിയെന്ന് തോന്നുന്നു. അടുത്തത് നമ്മൾ നോക്കുന്നത് സെക്ഷൻ 10 ആണ്, കമ്പ്യൂട്ടേഷൻ ഓഫ് ടൈം ആണ്. Where by any legislation or regulation any act or proceeding is directed or allowed to be done or taken in any court or office on a certain day or within a prescribed period, then if the court or office is closed on the day or last day of the prescribed period and or taken in due time if it's done or taken on the next day afterwards on which the court or office is open. അതായത് ഇത്ര ഓർത്താൽ മതി. സാധാരണയായിട്ട് കോർട്ടൊക്കെ ഓരോന്ന് നമ്മളോട് പ്രിസ്ക്രൈബ് ചെയ്യും. കോർട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ ഇത് പേ ചെയ്യണം അങ്ങനെയൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കറക്റ്റ് ഡേയ്സിനുള്ളിൽ ആ കറക്റ്റ് ഡേയിൽ വേണം നമ്മൾ ഇപ്പോൾ ഒരു ഫീസ് വല്ലതും പേ ചെയ്യാനായിട്ട്. പക്ഷെ നമ്മൾ പേ ചെയ്യേണ്ട അന്നത്തെ ദിവസം നമ്മുടെ കോർട്ട് ക്ലോസ് ചെയ്തു, അടച്ചു, എന്തെങ്കിലും കാരണത്താൽ കോർട്ടിന് അവധിയായിപ്പോയി. അപ്പോൾ നമുക്ക് അന്നത്തെ ദിവസം കൊടുക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞു പോയി. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം കോർട്ട് ഓപ്പൺ ആണെങ്കിൽ അന്ന് കൊണ്ടേ കൊടുത്താൽ മതി, ഒരു കുഴപ്പമില്ല. പക്ഷെ പിറ്റേ ദിവസം ഇനി ക്ലോസ് ആണെങ്കിൽ എന്നാണോ അത് തുറക്കുന്ന ദിവസം അന്ന് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. കോർട്ട് ഓർ ഓഫീസ് ഈസ് ഓപ്പൺ, കണ്ടില്ലേ, എന്നാണോ കോർട്ടിന് ഓപ്പൺ ആയി വരുന്നത് അന്ന് നമ്മൾ കൊടുത്താൽ മതി. അപ്പം അതിന് നമുക്ക് വേറെ അഫക്റ്റ് ഒന്നും ചെയ്തില്ല, പെനാൽറ്റി ഒന്നും അതിന് വരില്ല. കാരണം എന്താ, നമ്മുടെ തെറ്റുകൊണ്ടല്ല, കോർട്ടത് ക്ലോസ് ആയി പോയതുകൊണ്ടാണ്. സോ നമ്മൾ നെക്സ്റ്റ് ഡേ എന്നാണോ അത് ഓപ്പൺ ആവുന്ന ദിവസം പിറ്റേ ദിവസം തന്നെ, ക്ലോസ് ആയതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മൾ അടയ്ക്കണം, കുഴപ്പമൊന്നുമില്ല. ഇനി പറയുന്നത് സെക്ഷൻ 11 മെഷർമെന്റ് ഓഫ് ഡിസ്റ്റൻസ് ആണ്. ഇതിലെന്താ പറയണേന്ന് നോക്കിയേ. ഈ ഡിസ്റ്റൻസ് ഒക്കെ ഇതിൽ മെഷർ ചെയ്യേണ്ടത് സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഹൊറിസോണ്ടൽ പ്ലെയിൻ ബേസിസിൽ വേണം നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ. വെർട്ടിക്കൽ ബേസിസിലല്ല, ഹൊറിസോണ്ടൽ ബേസിസിലാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. പിന്നെ ഇതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത് നോക്കി, സെക്ഷൻ 13 ജെൻഡർ ആൻഡ് നമ്പർ ആണ്. In no legislation and regulation, unless there is anything happening in the subject or context, words importing the masculine gender shall be taken to include females and words in singular shall include the plural and vice versa. എന്താണ് ഇതിൽ പറയണത്? അതായത് നമുക്കറിയാം, നമ്മൾ കമ്പനീസ് ആക്ടിലൊക്കെ എപ്പോഴും പറയും ഹീസ് ലൈബിൾ ടു, ഹിസ് ലൈബിലിറ്റി എന്നൊക്കെയാണ് പറയുന്നത്. ഇതിലെല്ലാം ഒരു മെയിലിൻ്റെ ഇത് വെച്ചാണ് പറയുന്നത്, ഹീ. അപ്പോൾ ഹീ ലൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ, അതായത് പെണ്ണുങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ലൈബിൾ അല്ല എന്നാണ്. അല്ല, ഒരിക്കലും അല്ല. അതൊരു ജനറലൈസ് ചെയ്ത് ഹീ എന്ന് ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഹീയിൽ ഷീയും ഇൻക്ലൂഡഡ് ആണ്. അത് തന്നെയാണ് ഇതിൽ പറയുന്നത്. നോക്കി, ജെൻഡർ മസ്കുലൈൻ ജെൻഡർ ഷാൽ ബി ടേക്കൻ ടു ഇൻക്ലൂഡ് ഫീമെയിൽസ്. അതായത് ഹീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഫീമെയിൽസ് ഇൻക്ലൂഡഡ് ആണ്. അപ്പം ആക്ച്വലി ജെൻഡറിനെ ബേസ് ചെയ്ത് ഹീ എന്ന് ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൽ ഫീമെയിലും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ വേർഡ്സ് ഇൻ എ സിംഗുലർ ഷാൽ ഇൻക്ലൂഡ് ദ ഫ്ലൂറൽ ആൻഡ് വൈസ് വേഴ്സ. ഇനി ഇപ്പം സിംഗുലർ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഫ്ലൂറലും ഇൻക്ലൂഡഡ് ആണ്. ഇനി ഫ്ലൂറൽ ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി അത് സിംഗുലർ ആയിട്ടും ഉണ്ട്, വൈസ് വേഴ്സയാണ്. അതായത് ഇപ്പോൾ ഒരാളെ പറ്റി ഒരാൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരാൾക്ക് മാത്രമല്ല, ഒരു കൂട്ടം ആൾക്കാർ തെറ്റ് ചെയ്താലും ഒറ്റ കാറ്റഗറീനെ വേണമെങ്കിൽ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ അത് എല്ലാവരെയും അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ പറയണമല്ലോ. ഈ ഹീ പറഞ്ഞ പോലെ തന്നെ ഹീയില് ഷീ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ ഒറ്റ ഒരാളെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഫ്ലൂറൽ ആയിട്ട് നമ്മൾ മീനിങ് എടുക്കണം, ഫ്ലൂറൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗുലറും എടുക്കണം. അതാണ് അതിൽ പറയണത്. അപ്പം അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ
നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് ഓക്കെ സെക്ഷൻ 24 പ്രൊവിഷൻസ് ടു ഓർഡേഴ്സ് റൂൾ എക്സെട്ര മെയ്ഡ് അണ്ടർ എനാക്ട്മെന്റ്. അതുപോലെ തന്നെ പിന്നത്തെയാണ് ഇത് സെക്ഷൻ 23 provision applicable to making of rules or bylaws after previous publications. അതായത് ഒരു റൂൾ ഉണ്ടാക്കുന്നത്, ഒരു റൂൾ നിലവിൽ വരുന്നത് എങ്ങനെയാണ് അതിനെ പറ്റിയൊക്കെയാണ് ഇതിൽ പറയണത്. അതായത് നമുക്കറിയാം ഒരു റൂൾ അങ്ങനെ ചുമ്മാ ഒന്നും നമുക്ക് പെട്ടെന്നൊന്നും ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അതിന് ചില പ്രൊസീജിയേഴ്സും ചില കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിൽ ഫസ്റ്റ് പോയി നോക്കി, ദ അതോറിറ്റി ഹാവിംഗ് പവർ ടു മേക്ക് ദ റൂൾസ് ഓർ ബൈലോസ് ഷാൾ ബിഫോർ മേക്കിംഗ് ദം publish a draft of the proposed rules or bylaws for the information of person likely to be affected thereby. അതായത് നമ്മളൊരു റൂൾസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന ഒരു അതിനുള്ള ഒരു പവറുള്ള അതോറിറ്റി ആയിരിക്കും ഒരു റൂൾസ് ബൈലോസ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് അവരൊരു ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്യണം. ആ ഡ്രാഫ്റ്റിൽ എന്താണ്, ആ റൂൾസിനെ പറ്റി ബൈലോസിനെ പറ്റിയുള്ള ഇൻഫോർമേഷനൊക്കെ, പ്രൊപ്പോസ്ഡ് ആയിട്ടുള്ള എല്ലാ റൂൾസ് ഇൻഫോർമേഷൻസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് അവർ പബ്ലിഷ് ചെയ്യണം. ആ ഡ്രാഫ്റ്റിൽ എന്തിനെ പറ്റിയാണ് മെയിൻലി ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഇവരൊരു റൂൾസ് എന്തെങ്കിലുമൊക്കെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അപ്പം ആ അഫക്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കും അതിനെപ്പറ്റി ഒരു ഇൻഫോർമേഷൻ കിട്ടണം. അപ്പം മെയിൻലി ഒരു ലോസ് ആക്ട് ഒക്കെ നിലവിൽ കൊണ്ടുവരുന്നത് അതൊരു പർട്ടിക്കുലർ കാറ്റഗറിയിൽപ്പെട്ട ഒരാൾക്ക് അല്ലെങ്കിൽ അത് ആ റൂൾ കൊണ്ട് അഫക്റ്റ് ആവുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് അതിനെപ്പറ്റി ഒക്കെ ഒന്ന് അറിയണം. അതിനു വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് അവരെ അറിയിക്കാനായിട്ട് അതിന് മുന്നേ ആക്ട് കൊണ്ടുവരുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ഇൻഫോർമേഷൻ ഒക്കെ ആർക്കാണ് അഫക്റ്റ് ചെയ്യുന്നത് അവർക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ ആക്ട് നിലവിൽ കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് ചുമ്മാ ആക്ട് ഒന്നും ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അപ്പം അവർക്ക് വേണ്ടി ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കണം. രണ്ടാമത്തെ കേസ് നോക്കിയേ, എന്താ പറയണത്, ദ ഷാൾ ബി പബ്ലിഷ് വിത്ത് ദ ഡ്രാഫ്റ്റ് എ നോട്ടീസ് സ്പെസിഫൈങ് എ ഡേറ്റ് ഓൺ ഓർ ആഫ്റ്റർ വിച്ച് ദ ഡ്രാഫ്റ്റ് വിൽ ബി ടേക്കൻ ഇൻ ടു കൺസിഡറേഷൻ. അതായത് നമ്മൾ ഇത് എന്നാണോ ആക്ട് നിലവിൽ കൊണ്ടുവരുന്നത് അപ്പം അതിനെ പറ്റിയുള്ള അതിൻ്റെ ഡേറ്റ് എന്നാണോ ആ ഇഫക്റ്റിലേക്ക് കൊണ്ടുവരുന്നത് അതിനെ പറ്റിയുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങിയ ഡേറ്റ് എന്ന് കൊണ്ടുവരുമോ, അതിൻ്റെ ഡേറ്റ്, അതിൻ്റെ നോട്ടീസ് അതെല്ലാം കൊണ്ടുവരണം. അങ്ങനെ ഒരു ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. പബ്ലിഷ് വിത്ത് ഡ്രാഫ്റ്റ് നോട്ടീസ്, ഒരു നോട്ടീസ് ക്രിയേറ്റ് ചെയ്യണം. അതിൽ എന്തൊക്കെ വേണം, ഡേറ്റ്, പിന്നെ ആഫ്റ്റർ വിച്ച് ദ ഡ്രാഫ്റ്റ് വിൽ ബി ടേക്കൻ എന്ന് തൊട്ട് അത് കൺസിഡറേഷനിലേക്ക് കൊണ്ടുവരും. അതിനെപ്പറ്റി അടങ്ങിയ ഒരു നോട്ടീസ് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ നോക്കി, ദ അതോറിറ്റി ഹാവിംഗ് പവർ ടു മേക്ക് ദ റൂൾസ് ഓർ ബൈലോസ് വേർ ദി റൂൾസ് ഓർ ബൈലോസ് ആർ ടു ബി മെയ്ഡ് വിത്ത് ദ സാങ്ഷൻ, അപ്രൂവൽ ഓർ കൺകറൻസ് ഓഫ് അനദർ അതോറിറ്റി. ദാറ്റ് അതോറിറ്റി ഓൾസോ ഷall consider any objection or suggestion which may be received by the authority having power to make the rules or bylaws from any person with respect to the draft before date so specified. അതായത് നമ്മൾ പറഞ്ഞു ഒരു അതോറിറ്റിയാണ് ഈ ലോസ് ബൈലോസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അതോറിറ്റി കൂടാതെ മറ്റൊരു അതോറിറ്റിയും കൂടി ഉണ്ടെങ്കിൽ അവരുടെ കൺസിഡറേഷൻ, അവരെ കൺസിഡർ നമ്മൾ ചെയ്യണം. അവരുടെ സജഷൻസ് മറ്റ് അതോറിറ്റിയും കൂടി, ഈ അതോറിറ്റി കൂടാതെ വേറൊരു അതോറിറ്റിയും കൂടി ഉണ്ടെങ്കിൽ അവരുടെ ഒബ്ജക്ഷൻസ്, അവരുടെ സജഷൻസ് എല്ലാം കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം ഈ ലോസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഈ ലാസ്റ്റ് പോയിന്റ്, പബ്ലിക്കേഷൻ ഇൻ ദി ഒഫീഷ്യൽ ഗസറ്റ് ഓഫ് ദ റൂൾ ഓർ ബൈലോ ആഫ്റ്റർ പ്രീവിയസ് publication shall be conclusive proof that rule has been duly made. ഈ സംഭവം ഇതായത് ഇത്ര കൊടുത്താൽ മതി. ലാസ്റ്റ് ഈ ഒരു ഒഫീഷ്യൽ ഗസറ്റിൽ ഒഫീഷ്യലായിട്ട് അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ലോസ് ഒക്കെ നിലവിൽ വരും. അപ്പോൾ ഇതിൽ മെയിൻലി പറയുന്നത് എങ്ങനെയാണ് ലോസ് ബൈലോസ് അത് വരുന്നതെന്നാണ്. ആദ്യം നമ്മൾ പറഞ്ഞു അത് അഫക്റ്റ് ചെയ്യുന്ന പേഴ്സൺസിനെ അറിയിക്കാനായിട്ട് ഒരു ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ എന്നാണ് അതിൻ്റെ ഡേറ്റ്, എന്ന് തൊട്ടാണ് അത് കൺസെൻട്രേഷനിലേക്ക് വരുന്നത്, അതിൻ്റെ ഡേറ്റ് അതെല്ലാം സ്പെസിഫൈ ചെയ്യുന്ന ഒരു നോട്ടീസ് ഡ്രാഫ്റ്റ് ചെയ്യണം. പിന്നെ ഒരു അതോറിറ്റി കൂടാതെ മറ്റൊരു അതോറിറ്റിയും കൂടി ഉണ്ടെങ്കിൽ ലോസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉണ്ടെങ്കിൽ ആ അതോറിറ്റിയുടെ ഒബ്ജക്ഷൻ സജഷൻസ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. ലാസ്റ്റ് വന്ന് ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് റൂൾസോ ബൈലോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ ടോപ്പിക്ക് മെയിൻലി കഴിഞ്ഞു. മെയിനായിട്ടുള്ളത് എല്ലാം തന്നെ മെയിൻ ഡെഫിനീഷൻസ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ചില MCQs ഒക്കെ നോക്കാം. നമുക്ക് ലാസ്റ്റ് MCQ നമ്മൾ
നോക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇമ്മൂവൽ പ്രോപ്പർട്ടി. നമ്മൾ പഠിച്ചായിരുന്നു മൂവബിൾ പ്രോപ്പർട്ടി എന്താണ്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്താണ്. അപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു അനങ്ങാൻ പറ്റാത്ത എല്ലാ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു. ഇതിൽ ലാൻഡ് എന്താ ഇമ്മൂവബിൾ, ബിൽഡിംഗ് ഇമ്മൂവബിൾ, ടിമ്പർ മിഷനറി പെർമനൻ്റ്ലി അറ്റാച്ച്ഡ് ലാൻഡ്. ഇതിൽ ടിമ്പർ അപ്പോഴേ നമ്മൾ പറഞ്ഞായിരുന്നു ഇതൊരു മൂവബിൾ പ്രോപ്പർട്ടിയാണ്. സോ ഇതിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അല്ലാത്തത് ടിമ്പറാണ്. മിഷനറി പെർമനൻ്റ്ലി അറ്റാച്ച്ഡ് ലാൻഡ് എന്താണ്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി തന്നെയാണ്. ഇനി രണ്ടാമത്തെ നോക്കിയേ, വേർ ആൻ Act of Parliament does not expressly specify any particular day as to the day of coming into operation of such act, then it shall be come into operation the day on which. നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ഒരു സ്പെസിഫൈ ഡേറ്റ് പറഞ്ഞിട്ടില്ലേ നമ്മൾ പ്രസിഡന്റിന്റെ ആക്സെന്റ് എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഇതിൽ നോക്കിയേ പ്രസിഡന്റിന്റെ നമുക്ക് ഫസ്റ്റ് പോയിന്റ് റിസീവ് ദ ആക്സെന്റ് ഓഫ് ദ പ്രസിഡന്റ്. അപ്പോൾ അതായിരിക്കും നമ്മുടെ ആൻസർ. ഇനി അടുത്തത്, ആൻ ആക്ട് ഓർ ഒമീഷൻ കൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഒഫൻസ് അണ്ടർ ടു ഇനാക്ട്മെന്റ് റിഫറിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദ ജനറൽ ക്ലോസ് ആക്ട് 1897 സ്റ്റേറ്റ് വിച്ച് among the following is correct in such situations. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? ദ ഒഫൻഡർ ഷാൽ ബി ലയബിൾ ടു പ്രോസിക്യൂട്ടഡ് ആൻഡ് പണിഷ്ഡ് അണ്ടർ ദാറ്റ് ഇനാക്ട്മെന്റ് ഓൺലി വിച്ച് ഹാസ് ഇനാക്ട് ലാസ്റ്റ് ആൻഡ് നോട്ട് അണ്ടർ ദ അതർ ഇനാക്ട്മെന്റ്. നമ്മൾ പഠിച്ചായിരുന്നു ഒരു നമ്മുടെ ഒരു ആക്ട് റിപ്പീലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചായിരുന്നു ആദ്യത്തെ ഒരു ആക്ടിൽ പണിഷബിൾ ആയിട്ട് ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ അയാൾക്ക് ആ ആക്ടിലെ പഴയ ആക്ടിൽ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. പുതിയ ആക്ട് വന്നെന്ന് ഓർത്തുകൊണ്ട് അതും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം ഇതല്ല. ഇനി നോക്കി, the offender shall be liable to prosecute and punish under that enactment only as enacted first and not under the other act. അതല്ല, the offender shall be liable to the prosecutor and punished under both the enactment. ഒഫൻഡർ ഷാൽ ബി ലൈബിൾ ടു പ്രോസിക്യൂട്ട് രണ്ട് ഇനാക്ട്മെന്റിൽ, രണ്ട് ആക്ടിലും, ഒന്ന് റിപ്പിലായ ആക്ടിലും പുതുതായിട്ട് വന്ന ആക്ടിലും, രണ്ടിലും അയാൾ പണിഷബിൾ ആവും. ഒരിക്കലും ഇല്ല, ഏതെങ്കിലും ഒരു ആക്ടിലെ അയാൾ പണിഷബിൾ ആയിട്ട് വരത്തുള്ളൂ. The offender shall be liable to prosecute and punish under that either or any of those enactment but shall not be punished twice for the same offense. കണ്ടോ, സെയിം ഓഫൻസ് ചെയ്ത ഒരാൾ ഒരു കുറ്റകൃത്യത്തിന് ഓൾറെഡി പണിഷബിൾ ആയിട്ടിരിക്കുവാണെങ്കിൽ പുതിയ ആക്ട് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ റിപ്പീലായ ആക്ടിന് എതിരെ, അതായത് റിപ്പീലായ ആക്ടിൽ ഓൾറെഡി പണിഷ്മെന്റ് ചെയ്യുവാന്ന് വെച്ചുകൊണ്ട് പുതിയ ആക്ട് വന്നെന്ന് ഓർത്ത് വീണ്ടും അയാൾക്ക് പണിഷ്മെന്റ് കിട്ടില്ല. കണ്ടില്ലേ, ഷാൽ നോട്ട് ബി പണിഷ്ഡ് ട്വൈസ് ഫോർ ദി സെയിം. അപ്പോൾ സെയിം ഒഫൻസിന് രണ്ട് തവണ ഒരിക്കലും പണിഷ് വരില്ല. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച അത് തന്നെയാണ്, സെയിം സാധനം തന്നെയാണ്. പിന്നെ നാലാമത്തെ, എവറി ആക്ട് ഹാസ് എ dash which express the scope, object and purpose of the act. നമ്മൾ പഠിച്ചായിരുന്നു ഇറ്റ് മെയിൻ സോഴ്സ് ഓഫ് ദ അണ്ടർസ്റ്റാൻഡ് ദ ഇന്റൻഷൻ ഓഫ് ലോ മേക്കർ ബിഹൈൻഡ് ദി ആക്ട്. ഒരു ആക്ടിനെ പറ്റി അതിന്റെ പർപ്പസ്, ഒബ്ജക്റ്റീവ്, സ്കോപ്പ് ഒക്കെ പറയുന്നത് എന്താണ് നമ്മൾ പഠിച്ചായിരുന്നു, പ്രിയാമ്പിൾ. അത് പ്രിയാമ്പിൾ ഉണ്ട്, അപ്പോൾ അതാണ് ആൻസർ. The fifth one, what among the following would be considered the term immovable property as defined under section. ഇനി immovable പ്രോപ്പർട്ടിയിൽ വരുന്ന എന്തൊക്കെയാണ്? The soil for making bricks, right to catch fish, right to drain water, doors and windows of the house. നമ്മൾ ഫസ്റ്റ് ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു റൈറ്റ് ടു ഡ്രെയിൻ വാട്ടർ. ഒരു എക്സാമ്പിൾ കോളത്തിൻ്റെ ഒക്കെ അവിടെ കിടന്ന സാധനമാണ്. റൈറ്റ് ടു ഡ്രെയിൻ വാട്ടർ ഒരിക്കലും ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അല്ല. സോ നമുക്ക് മൂന്നാമത്തെ പോയിന്റ് ഒരിക്കലും വരില്ല. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് ഇല്ല. ഇതെന്താ, ഈ ഓപ്ഷൻ ഒരിക്കലും വരില്ല, ഡ്രെയിൻ വാട്ടർ. ഇനി ബാക്കി നോക്കാം. The soil for making bricks is soil related, that is immovable. പിന്നെന്താണ്, right to catch fish, doors and windows of the house. സോ ഇത് മൂന്നും വരും. മൂന്നാമത്തെ ഓപ്ഷൻ ഒഴിച്ച് ബാക്കി മൂന്നും വരും. അതായത് 1, 2, 4. 1, 2, 4 ഏതാണ്? ബി ഓപ്ഷൻ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. പിന്നെ കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് നോക്കി. ടിമ്പർ നമ്മൾ പഠിച്ചു, പിന്നെ ടു റിസീവ് ആക്ഷൻ ഓഫ് ദി പ്രസിഡന്റ് പഠിച്ചു, പിന്നെ ഷാൽ നോട്ട് കണ്ടില്ലേ, പണിഷ്ഡ് ട്വൈസ് ഫോർ ദി സെയിം ഓഫൻസ്. പ്രിയാമ്പിൾ ആണ് 1 to 4. അപ്പോൾ നമ്മൾ അങ്ങനെ MCQ കംപ്ലീറ്റ് ആക്കിയപ്പോൾ സോ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു.